ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മൾ ഹോണ്ട ഡിയോ വണ്ടി ജനറൽ സർവീസായിട്ട് കയറ്റിയതാണ്. ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എൻ്റെ എയർ ഫിൽറ്റർ ക്ലച്ചിൻ്റെ ഭാഗമൊക്കെ നമ്മളൊന്ന് അഴിച്ച് ചെക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ എയർ ഫിൽറ്ററൊക്കെ നമുക്ക് നല്ല ഫിൽറ്റർ അടക്കണേ, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ അതേപോലെ തന്നെ ക്ലച്ചിൻ്റെ ഭാഗമായാലും നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് വേറെ ഓയിൽ ലീക്കോ കാര്യങ്ങളൊന്നുമില്ല. മെയിനായിട്ട് CVT ക്ലച്ചിൻ്റെ ഭാഗത്ത് നമുക്ക് ഓയിൽ ലീക്കോ കാര്യങ്ങളൊന്നും വരാൻ പാടില്ല. അതേപോലെ തന്നെ ലൂബ്രിക്കേഷന് വേണ്ടിയിട്ട് നമുക്ക് അതിൻ്റെ ക്ലച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ മാനുവലായിട്ട് തന്നെ അഴിച്ച് ഗ്രീസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അതിൻ്റെ വേരിയേറ്റർ ബോഡി റോളർ സെറ്റും കാര്യങ്ങളൊക്കെയാണത്. നിലവിൽ വേറെ കംപ്ലയിൻ്റ് എന്ന് പറയാനായിട്ടൊന്നുമില്ല, സാധാരണ തേയ്മാനങ്ങളൊക്കെ ഉള്ളൂ. ഇതിൻ്റെ വെയിറ്റ് സെറ്റും ആ റോളർ പിന്നും കാര്യങ്ങളൊക്കെ വന്നത് ഈ യൂണിറ്റുമാണ്. അപ്പോൾ അതും വർക്കിംഗ് ഓക്കെയാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. ഒന്ന് അഴിച്ച് ജസ്റ്റ് ഒന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. പിന്നെ അതേപോലെ തന്നെ ബെൻഡെക്സ് യൂണിറ്റൊക്കെ ആയാലും വർക്കിംഗ് ഓക്കെയാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ബെൽറ്റ് കമ്പനി ബെൽറ്റാണ് കിടക്കണേ ഹോണ്ടയുടെ. അതിൻ്റെ സെൻട്രൽ പോർഷനിൽ നോക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും, നമുക്ക് ചെറിയൊരു പൊട്ടൽ പോലെ ഉണ്ട് ഓരോ കട്ടകളുടെ ഉള്ളിൽ കൂടെ. പക്ഷെ അതൊരു വലിയ പ്രോബ്ലം എന്ന് പറയാൻ പറ്റില്ല, ചെറിയ പൊട്ടലാണ്, ആരംഭമാണ്. അപ്പോൾ നമുക്കത് അടുത്ത സർവീസിലൊക്കെ ആയാലും നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് കൂടുതലായിട്ട് തോന്നാമെന്നുണ്ടെങ്കിൽ അടുത്ത സർവീസിലൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാം. കാരണം എന്ന് വെച്ചാൽ സാധാരണ അങ്ങനെ പൊട്ടൽ കണ്ടാലും അങ്ങനെ ഓടിക്കാം, അത്യാവശ്യം ഉപയോഗിക്കാൻ കിട്ടാറുണ്ട് നമുക്ക്. പിന്നെ ബാക്കിലത്തെ ബ്രേക്ക് ലൈനറായാലും നമുക്ക് ഈ തവണ കൂടി ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്തെടുക്കാം. പിന്നെ ബാക്ക് ടയറായാലും അത്യാവശ്യം ഉണ്ട്, മോഡലുണ്ട്. നമുക്ക് ശരിക്കും കമ്പനി വന്ന മോഡൽ യൂസ് ചെയ്യണതാണ് നല്ലത് കേട്ടോ. നമുക്ക് ഫ്രണ്ട് ടയറുമ്പോൾ കിടക്കും, ഫ്രണ്ട് വീലുമ്പോൾ കിടക്കുന്ന ടയർ അതേപോലെ തന്നെ സെയിം യൂസ് ചെയ്യണതാണ് നല്ലത്. കാരണം ഇതൊക്കെ പെട്ടെന്ന് ഡാമേജ് വരാനും വണ്ടി ഓടിക്കുന്ന സമയത്തൊരു വെട്ടൽ കാര്യങ്ങൾ അതിൽ ജർക്കിങ് ഒക്കെ കാണിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം അത്രയും കട്ടയുള്ളതുകൊണ്ടാണ് ആ പ്രോബ്ലം കേട്ടോ. പിന്നെ നമുക്ക് വണ്ടി റണ്ണിങ്ങിൽ ഇടയ്ക്ക് സ്ലോ സ്പീഡിൽ നിർത്തും ഓഫായി പോകുന്ന ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും പ്രകാരം നമ്മൾ കാർബറേറ്റർ യൂണിറ്റൊക്കെ ഒന്ന് അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഈ ചില സമയത്ത് റണ്ണിങ്ങിൽ ഓഫ് പ്രോബ്ലം ആണത് ഇതിൻ്റെ ഈ ഓവർഫ്ലോ നീഡിൽ യൂണിറ്റാണത്. ഇത് ശരിക്കും ഒരു ഫംഗസ് പിടിച്ച പോലെ കണ്ടീഷനിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിലവിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചെറിയൊരു കംപ്ലയിൻറ്റ് കാണിക്കാനും പ്രോപ്പറായിട്ട് പെട്രോൾ ഇറങ്ങാത്തൊരു സിറ്റുവേഷൻ വരുന്നത്. പിന്നെയുള്ളത് നമുക്കിത് ഈ സ്ലോ ജെറ്റിൻ്റെ പ്രശ്നമാണ്. സ്ലോ ജെറ്റ് ചെറിയൊരു ബ്ലോക്കാണ്. അപ്പോൾ അതുകൊണ്ടാണ് പെട്ടെന്ന് ഓഫായി പോകുന്നത്. സ്റ്റാർട്ടിങ്ങിൻ്റെ പ്രോബ്ലം കാണിക്കാൻ ഇതൊരു കാരണമാണെങ്കിൽ വണ്ടി നിർത്തുമ്പോൾ പെട്ടെന്ന് ഓഫായി പോകാൻ കാണിക്കുന്നത് ഈ ഒരു ഐറ്റത്തിൻ്റെ കംപ്ലയിൻറ്റ് കൊണ്ടാണ്. അത് നമുക്ക് എപ്പോഴും തന്നെ പെട്രോളിനും അതിനെ കെമിക്കൽ ആഡ് ചെയ്ത് തന്നെ എൻ്റെ റിയാക്ഷനൊക്കെയാണ് നൽകുക. നമുക്ക് ശരിക്കും ക്ലീൻ ചെയ്തിട്ട് കാർബറേറ്റർ ക്ലീനറൊക്കെ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് നമുക്കൊന്ന് റീസെറ്റ് ചെയ്യാം. അതേപോലെ തന്നെ ഈ ഫ്ലോട്ടിൻ്റെ വാൽവ് നമുക്കൊന്ന് മാറ്റിയിടേണ്ടി വരും കേട്ടോ. കാരണം ഇത് ഇത്രയും പ്രോബ്ലം ഉള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ ജാമാവാനൊക്കെ ഉള്ള സാധ്യത കൂടുതലാണ്. അതേപോലെ ജെറ്റായാലും നമുക്കൊരു 73-75 റേഞ്ച് വരുള്ളൂ ജെറ്റിൻ്റെ. ഇതിനൊരു 200 സിസ്റ്റം വന്നുണ്ട്, 250 രൂപ അടുത്തങ്ങാണ്ട് വരും ഈ യൂണിറ്റ്. പക്ഷേ അത് നമുക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നോലോ ഓവർഫ്ലോ ആയിട്ട് പെട്രോൾ പോകും, അതല്ലെങ്കിൽ പെട്രോൾ ഇറങ്ങാതെ സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റ് ആയിട്ട് കാണിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അതൊന്നും മാറ്റിയിട്ടേക്കാം. പിന്നെ ഹെഡിൻ്റെ ഈ ഭാഗത്തൊന്നും വേറെ ഓയിൽ ലീക്കോ കാര്യങ്ങളോ, ചെറിയൊരു നനവാണ്, അത് വേറെ വലിയ ലീക്കൊന്നും പറയാനുള്ള കണ്ടീഷനിലേക്കൊന്നും ആയിട്ടില്ല. പിന്നെ നമുക്ക് അതിൻ്റെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കുണ്ടല്ലോ, ഫ്രണ്ട് സസ്പെൻഷൻ വരെ നമുക്ക് ഈ മോഡൽ വണ്ടികൾക്ക് ലിങ്ക് ടൈപ്പ് സസ്പെൻഷൻ തന്നെ. വേറെ കംപ്ലയിൻ്റ് ഒന്നും പറയാനില്ല, അന്ന് ജസ്റ്റ് ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് കയറ്റിയാൽ മതി. ഗ്രീൻ ബ്രഷ് നോക്കിയാലും വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. പിന്നെ അതിൻ്റെ ഈ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഈ കേബിള് കോമ്പി ബ്രേക്കിൻ്റെ കേബിൾ, അതായത് ലെഫ്റ്റ് ബ്രേക്ക് പിടിക്കുമ്പോൾ ബാക്ക് ബ്രേക്ക് പിടിക്കുമ്പോൾ അതിനകത്തൊരു കേബിൾ ഫ്രണ്ടിലേക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ കേബിളിൻ്റെ ഔട്ടർ വലിഞ്ഞിരിക്കുന്നത്. ഔട്ടർ വലിഞ്ഞെന്ന് പറയാൻ കാരണം വെച്ചാൽ ഇതുണ്ട്, എത്രയും കയറിയിട്ടാണ് ആ കേബിൾ നിൽക്കുക. അത് ഔട്ടർ വലിവ് മുന്നേകളോടാണ് ഈ പ്രോബ്ലം. നമുക്ക് സെറ്റ് ചെയ്ത് നോക്കാം. നെക്സ്റ്റ് അടുത്ത നമുക്ക് സെറ്റ് ചെയ്തിട്ടൊന്ന് ട്രയലൊന്ന് നോക്കട്ടെ. കാരണം അത് ടൈറ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്കത് മാറ്റിയിടേണ്ടി വരും. അതല്ലെങ്കിൽ നമ്മൾ തള്ളണ സമയത്തോ അല്ലെങ്കിൽ വണ്ടി നിർത്തിയിട്ട് ഇങ്ങനെ യു ടേണൊക്കെ എടുക്കുന്ന സമയത്തൊക്കെ നമുക്ക് ബ്രേക്ക് ജാമാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ നോക്കാം, പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് മാറ്റിയിടേണ്ടി വരും കേട്ടോ. കാരണം അതൊരു സേഫ്റ്റിയുടെ ഭാഗമാണ്. ഫ്രണ്ട് ബ്രേക്ക് എന്ന് പറയുമ്പോഴത്തേക്കും ജാമായി കഴിഞ്ഞാൽ നമുക്ക് സ്കിഡ് ചെയ്ത് വീഴാനൊക്കെയുള്ള സാധ്യത വളരെ കൂടുതൽ. പിന്നെ അതിൻ്റെ നമുക്ക് ബാറ്ററി ഇതുമ്പോൾ ഇരിക്കുന്ന ബാറ്ററി 2023 ബാറ്ററിയാണ് ഇരിക്കണേ. പുതിയ ബാറ്ററിയാണ്. എന്നാൽ കൂടി നമുക്ക് ജനറൽ സർവീസിൽ ബാറ്ററി ടെസ്റ്റും കൂടി ഉള്ളത് കൊണ്ട് നമ്മളതും കൂടി ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. വോൾട്ടൊക്കെ മാക്സിമം കിട്ടുന്നുണ്ടാകുമ്പോൾ 12.77 വരെ വന്നുണ്ട്. ബാറ്ററി ടെസ്റ്റ് മോഡിലേക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് കംപ്ലയിൻസ് എന്തെങ്കിലും അറിയാൻ പറ്റും. ഇത് നിലവിൽ ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത്. നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. പിന്നെ പ്ലഗ് ആയാലും പ്ലഗ് നമുക്ക് എയർ ഫിൽറ്ററിൻ്റെ കൂട്ടത്തേക്കൂടെ മാറ്റേണ്ടതാണ്. പക്ഷേ എയർ ഫിൽറ്റർ പുതിയതാണ്, പ്ലഗും പഴക്കമായിട്ടൊന്നുമില്ല. വെറുതെ ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയിട്ടാണ് മതി. ഇത് സെക്കൻഡറി ഫിൽറ്ററാണ്, നമുക്ക് അതൊന്ന് ക്ലീൻ ആക്കിയാൽ മതി. അത്യാവശ്യം കുറച്ച് ചെടിയൊക്കെ ഉണ്ട്, അതൊന്ന് ക്ലീൻ ചെയ്ത്. പിന്നെ എഞ്ചിൻ ഓയിൽ മാറണമുണ്ട്. ഇത്ര കേസാണ് മെയിനായിട്ട് നമുക്ക് ബന്ധപ്പെട്ട് ചെയ്യേണ്ട വർക്കുകൾ. അപ്പോൾ ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കി നോക്കിയിട്ടേ അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് നോക്കിയിട്ട് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടൊക്കെ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി. ഓക്കെ.